ഇന്നലെ തന്നെ ഒരു വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജോസ് കെ മാണി വിഷയത്തിൽ മനോരമയിലെ ഈ കാണുന്ന രാജീവ് നായർ കണ്ടില്ലേ, സതീശന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നു കൊണ്ട് അവർ കൊടുത്ത തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തി കേരള രാഷ്ട്രീയത്തിൽ ഒരു അഭ്യൂഹങ്ങൾ എഴുതി കൂട്ടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ LDFന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഉപവാസ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാത്തതിനെ തുടർന്ന് സതീശന്റെ ഔദ്യോഗിക വസതിയിൽ രാജീവ് നായർ എന്ന മനോരമയുടെ കൂലിയെഴുത്തുകാരനെ വിളിക്കുന്നു. നമ്മുടെ നാട്ടിൽ പറയാറില്ല, ഈ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ തിരക്കഥാകൃത്തിന് പണം കൊടുക്കാറുണ്ട് എന്ന് പറയും പോലെ മനോരമയിലെ ചില രാജീവൻ നായരെ പോലുള്ള കൂലിയെഴുത്തുകാരുണ്ട്, ഇതുപോലുള്ള മഹാന്മാർ. അവരെ കൊണ്ട് ഊഹാപോഹ കഥകൾ എഴുതാൻ മിടുക്കന്മാരാണെന്ന് സതീശൻ അറിയാം. പ്രത്യേകിച്ച് കോൺഗ്രസിന് വേണ്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കഥ ഉണ്ടാക്കി നാളെ പ്രസിദ്ധീകരിക്കണം. അതിന് എത്ര രൂപയാണ് നിങ്ങളുടെ ഫീസ്? അത് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഒരു ഊഹാപോഹ കഥ എങ്ങനെ, ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവർ പോലും ചിന്തിക്കാത്ത, അവർ പോലും അറിയാത്ത രീതിയിലുള്ള ഊഹാപോഹ കഥ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണി ഇന്നിപ്പോൾ ഒരു പ്രതികരണം നടത്തിയത്. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയുടനെ നടത്തിയ പ്രതികരണം കാണുമ്പോൾ പറയാനുള്ളത്, ആ എഴുത്ത് മുഴുവൻ പിതൃശൂന്യതയാണെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യമാണ്. മനോരമയ്ക്കകത്തിരിക്കുന്ന രാജീവൻ നായർമാർ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം തെളിയിക്കും. ഒരു മുന്നണി മാറ്റം ഉണ്ടാവും. എങ്ങനെയാണ് നിലവിൽ ഈ അന്തരീക്ഷത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്ന പല രീതിയിൽ? എന്താണ് ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവിന് മാത്രമേ ഇതിന് ഒരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ? എന്താണ് മറുപടി? ആരാ ഈ ചർച്ച നടത്തുന്നത്? നിങ്ങൾ പറഞ്ഞു ചർച്ച നടക്കുകയെന്ന് പറഞ്ഞു. ആരാ ചർച്ച നടത്തുന്നത്? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്ത് ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ്, അല്ലേ? എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പം ഈ ചർച്ച വന്നത് എന്തിനാണ്? ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLAമാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു. മുഴുവൻ MLAമാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്, അല്ലേ? അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. അതുകൊണ്ട് ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതിന് സത്യമാണ്, അതിനകത്താണ്. അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്നത് നിങ്ങളുടെ നിന്നാ വന്നത്. നിങ്ങൾ പറ എവിടെ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണ്, എന്നാലല്ലേ എനിക്ക് പറയുന്നത്. നാളെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാൻ ഇല്ലാന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, അല്ല, ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLAമാരും ഉണ്ടാകും. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ
അവിടെ ഭരണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉള്ളത് എവിടെയാ? ഇവിടെ തന്നെയുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുകയോ ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. ഇടതുപക്ഷത്തിൽ ഹാപ്പിയാണ്. കേരള കോൺഗ്രസ് ആരോടൊപ്പമുണ്ടോ അവർ കേരളം ഭരിക്കും. അപ്പോൾ കേരളം ഭരിക്കാനായിട്ട് ഇടതുപക്ഷം എത്തൂ എന്ന് ജോസ് കെ മാണി വിഭാഗത്തിനുൾപ്പെടെ വലിയ തോതിൽ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം നമ്മുടെ ഈ തനിയാവർത്തന സിനിമയിലെ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റ് പോലെയാണ്. ആ സ്ക്രിപ്റ്റിൽ നമ്മൾ സിനിമയായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്, ഒരു കുടുംബത്തിൽ ചിലർക്ക് ഭ്രാന്തുണ്ടെന്ന് കരുതി മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഭ്രാന്തനെന്ന് മുദ്രകുത്തുകയാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും ഇത് ഭ്രാന്തായിട്ട് ചിത്രീകരിക്കുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ UDF തിരിച്ചു വരാൻ പോകുന്നു എന്ന് മനോരമ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന് സതീശൻ 100 സീറ്റ് കിട്ടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് നാട്ടിലുള്ള ബാക്കിയുള്ള ചെറു കക്ഷികളുടെ പിന്നാലെയെല്ലാം ചാക്കുമായിട്ട് നടക്കുകയാണ്. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരാൻ പോകുന്നു എന്ന ഊഹാപോഹം സൃഷ്ടിക്കുകയാണ്. ഇന്നലെയും ആവർത്തിച്ചൊരു കാര്യമാണ്. ഈ വാർത്തയ്ക്ക് പിന്നിൽ നിങ്ങൾ ഏവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധി ആരെ വിളിച്ചു എന്നാണ് പറയുന്നത്? ജോസ് കെ മാണി വിളിച്ചു എന്നാണ് പറയുന്നത്. ജോസ് കെ മാണി കേരളത്തിലല്ലായിരുന്നു, വിദേശത്തായിരുന്നു. സോണിയാഗാന്ധി ഡൽഹിയിലായിരുന്നു. ഇവർ പരസ്പരം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രാജീവൻ നായർ എന്ന മനോരമ ലേഖകൻ ഇവർക്കാർക്കെങ്കിലും സമീപത്തുണ്ടായിരുന്നു? ഇല്ലായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കഥ ഇവിടെ നിന്നായിരിക്കും ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിളിച്ചതായിട്ട് ജോസ് കെ മാണിക്ക് അറിയില്ല. സോണിയാഗാന്ധി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. ജോസ് കെ മാണി പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വാർത്ത എങ്ങനെയായിരിക്കും? പുലബന്ധമില്ലാത്ത സോണിയാഗാന്ധിയെ പോലുള്ള ചില വിശ്വസനീയ പേരുകൾ വെച്ചിട്ട് നമ്മളൊരു കഥയങ്ങ് മെനഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയമുണ്ടാകും. മാധ്യമ മാനേജ്മെന്റിന് പേടി ചെയ്താൽ ആ വാർത്ത യാതൊരു തരത്തിലുള്ള ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ ഒരേപോലെ പുറത്തേക്ക് വരും. അതിന് പ്രധാനമായിട്ട് കോട്ടയം കേന്ദ്രീകരിച്ച് മനോരമ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മനോരമയ്ക്കുള്ളിൽ ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നാൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനോരമയിലൂടെ തന്നെ സതീശൻ ആ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇഷ്ടം പോലെ പൈസ ഇപ്പോൾ പോലും അദ്ദേഹം ഖത്തറിലോ മറ്റെവിടെയോ പോയിട്ട് വന്നേ ഉള്ളൂ, ദോഹയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവിടെയും പോയി പിരിവെടുത്തിട്ട് വന്നതിൻ്റെ പൈസകൾ എങ്ങനെയാണ് മനോരമ ഓഫീസിൽ കൊണ്ടുവന്ന് അടച്ചാൽ വാർത്ത വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലൂടെ തകർന്നടിയുന്നത്. ഇന്നലെ വരെ ഇതാ കേരള കോൺഗ്രസ് പിളരാൻ പോകുന്നു, UDFിനൊപ്പം പോകാൻ പോകുന്നു, റോഷി അഗസ്റ്റിനും 2 MLA മാരും LDFിനോടൊപ്പം ഉറച്ചു നിൽക്കും, ബാക്കി പിളർന്ന് ജോസ് കെ മാണിയോടൊപ്പം നേരെ UDFിൽ പോകാൻ പോകുന്നു. എന്തൊരു തന്തയില്ലായ്മയാണ്, എന്തൊരു തന്തയില്ലായ്മത്തരമാണ് എഴുതി പിടിപ്പിക്കുന്നത്. ഇതാണോ രാജീവൻ നായരുടെ തന്തയില്ല മാധ്യമ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇല്ലാത്തതുണ്ട് എന്ന് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൂലിയെടുത്ത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചോദ്യം മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ നടക്കുന്ന ചില രാഷ്ട്രീയ ഇടനിലക്കാരന്മാരോട് ചോദിക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.